നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. ഒത്തിരി ആളുകളുടെ മാനിഫെസ്റ്റേഷൻ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻ്റൊക്കെ കണ്ടു. ഒത്തിരി സന്തോഷം. കാര്യം എന്താണെന്നറിയുമോ, ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ എന്തും നേടാനുള്ള മാജിക്കൽ പവറിലേക്ക് നിങ്ങൾ മാറുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഫേർട്ട്ലെസ് ആയിട്ട് നേടുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ഓരോ വീഡിയോ ഇടുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ട്, അതുകൊണ്ടൊരു കുറേ ആളുകൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്ന് കേൾക്കുന്നത് ഒത്തിരി സന്തോഷവും അഭിമാനമാണ്. നിങ്ങളെല്ലാവരും എനിക്ക് നൽകുന്ന സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ കുറേ ആൾക്കാർ വന്നിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കണില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, പല ആളുകൾക്കും മാനിഫെസ്റ്റേഷൻ നടക്കാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാവോ? ഏറ്റവും കൂടുതൽ ആൾക്കാർ കുടുങ്ങിക്കിടക്കണ എവിടെയാണെന്നറിയാവോ? പാസ്റ്റിലാണ്. നമ്മൾ പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യന് ജീവിതത്തിൽ പ്രസൻറ്റ് മൊമെൻറ്റിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തും നേടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ പാസ്റ്റിനെ റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. എത്ര ആളുകൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ആലോചിക്കും, എൻ്റെ ലൈഫിൽ എന്നെ ഒത്തിരി അധികം ദ്രോഹിച്ച ആൾക്കാർ ഒത്തിരി ഉണ്ട്. അങ്ങനെ ആൾക്കാരെയൊക്കെ ക്ഷമിക്കുക, അവരോടൊക്കെ പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് നടക്കണ കാര്യമാണോ? അവരെന്നെ എത്ര ദ്രോഹിച്ചതാണ്? അങ്ങനെയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു തോന്നൽ വന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ വേറൊരാളെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ ഗ്ലോറിഫൈ ചെയ്യാനോ വേണ്ടി ചെയ്യുന്നതല്ല. മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു വഴിയാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം, നമ്മുടെ ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫോർഗീവ്നെസ്. അപ്പോൾ ഈ ഫോർഗീവ്നെസ് തെറാപ്പിയൊക്കെ നിങ്ങൾക്കിപ്പോൾ മിറക്കിൾ മോർണിംഗ് മില്ലിയനെയറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ലൈവായിട്ട് പഠിപ്പിക്കാം. എങ്ങനെ നിങ്ങൾക്ക് എത്ര ദ്രോഹിച്ച ആളെ പോലും നിങ്ങൾക്ക് ക്ഷമിക്കാനും മാപ്പ് കൊടുക്കാനും നിങ്ങളുടെ മൈൻഡിനെ അത്രയും ഫ്രീ ആക്കിയിട്ട് എന്തും അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു പവറിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ടുള്ള ഒരു ശക്തിയിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ സ്വയം എത്താമെന്ന് എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിക്കാം. കാരണം എന്താണെന്നറിയാമോ, ഈ ഒരു 4 വർഷത്തിൽ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ വരുന്ന പല ആൾക്കാരും ഒക്കെ കൊടുക്കുന്ന വേദനയൊക്കെ വെച്ച് ഒത്തിരി വിഷമിച്ച് അവരുടെ ഉള്ളിൽ ഇരുട്ടായി സ്ട്രഗിളിൽ നിന്ന് സ്ട്രഗിളിലേക്കൊക്കെ പോണ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ അവരുടെ ഈ ഒരു ഫോർഗീവ്നെസ് ഒക്കെ അവർ കൊടുത്ത് അവരുടെ ലൈഫിൽ കുറേ കൂടി ഇൻറ്റൻഷനലി ജീവിക്കാൻ തുടങ്ങിയപ്പോഴേ ക്ലാസ്സൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വിസ്ഡമാണല്ലോ കിട്ടണേ. ഓരോ ക്ലാസ്സിലെയും നോളജ് നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എഫേർട്ട്ലെസ് ആയിട്ടൊരു മാഗ്നറ്റായിട്ട് മാറണമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാര്യം പല മനുഷ്യരുടെയും പ്രശ്നം വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയ കാര്യം വെച്ചാൽ ഒത്തിരി വർഷം പല മനുഷ്യരും ദ്രോഹിച്ചപ്പോഴുണ്ടല്ലോ എൻ്റെ ഉള്ളിൽ ഇതുപോലെ അവരോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വൈരാഗ്യമൊക്കെ വെച്ച് എനിക്ക് ഒത്തിരി അസുഖങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ അതെൻ്റെ ജീവിതത്തെ ഒരിക്കൽ പോലും നന്നാക്കില്ല. അവർ ഈ കാശൊക്കെ തട്ടിച്ചും നമ്മളെ ദ്രോഹിച്ചൊക്കെ പോയിട്ട് അവർ നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കണു, നമ്മളിവിടെ ഇരുന്നിട്ട് വിഷമിച്ച് നമ്മുടെ ജീവിതത്തെ നരകാക്കണു. അതെനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പകയും വിദ്വേഷമൊക്കെ വിട്ടുകളഞ്ഞ് ആൾക്കാരെ ക്ഷമിക്കാനും പൊറുക്കാനും എൻ്റെ ലൈഫിൽ സമാധാനം ഉണ്ടാക്കാനൊക്കെ ഉള്ള ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്ത്. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒത്തിരി ബിട്രയലിൽ കൂടി പണ്ട് കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ ബിട്രയലിനെയൊക്കെ മനസ്സിലാക്കാനും കുറേ കൂടി ശക്തിയോടെ എൻ്റെ പാറ്റേണിനെ തിരിച്ചറിഞ്ഞ് ഇങ്ങനെയുള്ള കള്ളന്മാരെ അകത്ത് കയറ്റാതെയുള്ള ലെവലിൽ ഹൈ എനർജി ഉള്ള ഒരാളായിട്ട് മാറാൻ ഉള്ള വിദ്യ പഠിച്ചു കഴിഞ്ഞപ്പോഴേ ലൈഫിൽ ഇങ്ങനെയുള്ള ഒരടുത്തേക്ക് പോലും വരാൻ പറ്റാറില്ല. അപ്പം നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ പവർ നമ്മൾ കൂട്ടിയതിൻ്റെ ഗുണം ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നമ്മളുടെ ഒരു 7 അയലത്ത് പോലും തൊടില്ല. വളരെ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഇൻറ്റഗ്രിറ്റി ഉള്ള നല്ല ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുക ചെയ്യണേ. അപ്പോൾ ഫോർഗീവ്നെസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണേ, നമ്മളൊരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കയറുക ചെയ്യണേ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാനുള്ള പവറിലേക്ക് നമ്മൾ എത്തിക്കുക ചെയ്യണേ. അപ്പോൾ ക്ഷമിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ കിട്ടണേ, സന്തോഷം കിട്ടുന്നു, സമാധാനം കിട്ടുന്നു, വീണ്ടും വലിയ വലിയ ഓപ്പർച്യൂണിറ്റിയിലേക്ക് മൂവ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും കൂടിയാണ് നമുക്ക് കിട്ടണേ. അപ്പോൾ നമ്മുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യണേ, ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ പല സമയത്തും ഇപ്പോൾ ഈ ഒരു കോവിഡിൽ പോലും വലിയൊരു ബിട്രയലിൽ ശരിക്കും ഞാൻ വലിയൊരു മനുഷ്യൻ എന്നെ നല്ല രീതിയിൽ ഒരു ബിട്രയലിൽ കൂടി കടന്നുപോയി. അപ്പോൾ ഇത് വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നെങ്കിൽ പോലും ഞാൻ അയാളെ ബ്ലെസ് ചെയ്യാനും അയാൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാനും ഞാൻ തുടങ്ങി.
ഓരോ ദിവസവും ഇൻറ്റൻഷ്യലി അയാളുടെ കുടുംബം രക്ഷപ്പെടട്ടെ, അയാൾ രക്ഷപ്പെടട്ടെ എന്നിങ്ങനെ ഇൻറ്റൻഷ്യലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ഓരോ പ്രാർത്ഥനയും ഞാൻ സമർപ്പിക്കും തോറും എൻ്റെ ലൈഫിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ വരുമാന മാർഗങ്ങൾ അടഞ്ഞു കിടന്നത് തുറക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും 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 നല്ല കാര്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഈ ബ്ലെസ്സിങ്സ് നമ്മൾ കൊടുക്കുമ്പോൾ എന്നെ സംഭവിക്കണത് എന്തെയോ, നമ്മളുടെ ജീവിതത്തിലേക്കാണ് അനുഗ്രഹങ്ങൾ വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ നമ്മളെ ദ്രോഹിച്ചാൽ, നമ്മളെ തകർത്താൽ നമുക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു ലെസണിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടത്. അങ്ങനെയുള്ള ലെവലിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയും നമ്മളുടെ ജീവിതത്തിൽ ഉള്ള ഓരോ അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് എഴുതാനും തുടങ്ങുമ്പോൾ ജീവിതം അടിപൊളിയാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കൂടുതൽ നമ്മൾ എത്ര നന്നായിട്ട് മറ്റുള്ളവരോട് ക്ഷമിക്കണോ, എത്ര സമാധാനത്തിൽ നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിക്കണോ, അത്രയും നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ഏറ്റവും അടിപൊളിയാവും, ഫിസിക്കൽ ഹെൽത്ത് ഏറ്റവും അടിപൊളിയാവും. പ്രശ്നങ്ങൾ നമ്മളുടെ അടുത്തേക്ക് വരാത്ത ലെവലിൽ നമ്മൾക്ക് സമാധാനവും സന്തോഷവും ഒരു അഭിവൃദ്ധിയൊക്കെയുള്ള ലൈഫ് കൊണ്ടുപോകാൻ ഈ ഒരു ഫോർഗീവ്നെസ് നമ്മളെ സഹായിക്കും. അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഭൂതകാലത്തിൽ നിന്ന് പുറത്ത് കിടക്കണം. അപ്പോൾ ഈ ഭൂതകാലത്തിൽ കിടന്ന് എന്ത് സംഭവിക്കും? അവിടെ സത്യസന്ധമായിട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല. കാര്യം ഇനി അങ്ങോട്ട് തിരിച്ചു പോകാനും പറ്റില്ല. ഫ്യൂച്ചറോ ഒരു പരിധി വിട്ട് ഫ്യൂച്ചറിനെ നോക്കിയിട്ടും വലിയ കാര്യമില്ല. കാര്യം അവിടെയും പ്രത്യേകിച്ച് എന്ത് നടക്കും, നമ്മൾ നാളെ എണീക്കും, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ പ്രസൻറ്റ് മൊമെൻറ്റ് മാത്രമാണ് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇന്നത്തെ വെല്ലുവിളികളെ നേരിടാനും നമ്മളുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾ എന്ന് മനസ്സിലാക്കാനും ആരാവണം എന്ന് മനസ്സിലാക്കാനും ഒക്കെ തുടങ്ങി നമ്മൾ അതിലേക്ക് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ജീവിതം മാറും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ നേടണം, വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ ഉള്ളൊരാളാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിൽ വർക്ക് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് തനിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഒത്തിരി പാസ്റ്റിൽ നിങ്ങൾക്ക് ഒത്തിരി മുറിവുകൾ ഇങ്ങനെ ഉണങ്ങാതെ തന്നെ കിടക്കുന്ന അവസ്ഥയുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും ഇല്ല. അപ്പം നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത, ഒത്തിരി അധികം പ്രഗത്ഭരായിട്ടുള്ള സൈക്കോളജിസ്റ്റ്, തെറാപ്പിസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടിനുണ്ട്. എഗെയിൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ വലിയ വലിയ സ്വപ്നങ്ങൾ നേടാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ വന്നിട്ട് ക്ലാസ്സുകളിലേക്ക് വരാം. അപ്പം ഞാൻ നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ഏത് സ്ട്രഗിളാണെങ്കിൽ പോലും അതിൽ നിന്ന് എഫേർട്ട്ലെസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കരിയർ ആവാം, ഹെൽത്ത് ആവാം, മണി ആവാം, റിലേഷൻഷിപ്പ് ആവാം, എന്തിനേയും ഒരു അട്രാക്റ്റ് ചെയ്യണ ഒരു കാന്തം പോലെ നല്ല നല്ല കാര്യങ്ങളെ ആകർഷിക്കുന്ന ഒരാളായിട്ട് മാറാൻ എങ്ങനെ പറ്റും എന്നുള്ളതൊക്കെ ഈ ഒരു ക്ലാസ്സുകൾ വഴി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, വേറൊരാളെ എറിയാൻ വേണ്ടിയിട്ട് തീക്കനലുമായിട്ട് നടക്കാതിരിക്കുക. കാര്യം നമ്മൾ ഈ വല്ലവരെ എറിയാൻ വേണ്ടി തീക്കനലെടുത്ത് കൈ വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കണേ? നമ്മുടെ കയ്യെ പൊള്ളണേ, അവർക്കൊന്നും സംഭവിക്കില്ല. അപ്പം അതുകൊണ്ട് അതെല്ലാം വിട്ടുകളഞ്ഞ് സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേക്ക് പോകാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങൾക്ക് മാപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു ജീവിതത്തിലേക്ക് കടക്കാനായിട്ടാണ് നിങ്ങൾക്ക് ഒരവസരം കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഉറപ്പായിട്ടും ഈ ഒരു ഫോർഗീവ്നെസ് തെറാപ്പി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാക്കി തന്നെ മാറ്റണം. അപ്പോൾ അങ്ങനെയുള്ള ലെവലിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു പവറും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കണില്ല, വിഷൻ ബോർഡും എവറി ഡേ വിഷ്വലൈസേഷനും എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒരു ഗുണവും കിട്ടണില്ല, എൻ്റെ ലൈഫിൽ ഒരു അഭിവൃദ്ധിയില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ വരിക. എഫേർട്ട്ലെസ് ആയിട്ട് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.